ഏട്ടൻ എന്താ കുറച്ച് ദിവസമായിട്ട് ഒരു വിഷമം പോലെ? ഇനി അറിയേണ്ട കാര്യമൊന്നുമില്ല. എന്തെന്തേലും പറഞ്ഞോ? നീ വർത്താനം പറഞ്ഞിട്ട് നടക്കാൻ നോക്ക്. അച്ഛനും അമ്മേ ഏട്ടനെ പറ്റി തന്നെയാ സംസാരിക്കുന്നത്. വാ ഏട്ടാ, നമുക്ക് പോവാ. ആരാ ഏട്ടാ അത്? നീ വീട്ടിലേക്ക് പോട്. ഏട്ടൻ അതിലേട്ടന് വീട് വരെ പോയിട്ട് വരാം. എന്താ വിളിച്ചെടുക്കാതെ വാടാ. എന്താടാ ഒരു മാറ്റം? നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ? എനിക്കിനി വേണ്ട ഏട്ടാ, എനിക്കിന്ന് കണ്ടിന്യൂ ചെയ്യാനാവൂല. എന്നെ വിട്ടേക്ക്. നീ അവന്മാരെ വിളിക്ക്. എല്ലാം കൂടെ എന്റെ കയ്യിൽ നിന്ന് കുറെ ഉണ്ടാക്കിട്ടല്ലോ. ഞാൻ അവന്മാരായിട്ടുള്ള കൂട്ടൊക്കെ വിട്ടേട്ടാ. എന്നാൽ പണം വെച്ചിട്ട് പോടാ. എന്റെ കയ്യിൽ എങ്ങനെയാട്ടാ പണം ഉണ്ടാകുക? പണം ഉണ്ടാക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. വേണ്ട ഏട്ടാ, ഞാനൊരു പൊതി തരാം. നീ നിന്റെ കൂട്ടുകാർക്ക് കൊണ്ട് പോയി കൊടുക്കും. ഇല്ല ഏട്ടാ, എന്നെ വിട്ടേക്ക്, ഞാൻ ചെയ്യൂല. അതും പറ്റില്ലേ? പറ്റൂല ഏട്ടാ, എന്നെ വിട്ടേക്കേട്ടാ. എന്ത്? നിന്റെ കൂടെ ഒരു മോള് വന്നില്ലേ, അവളെ വിളിക്കടാ. വാ ഏട്ടാ. ഏട്ടൻ പേടിക്കണ്ട. എന്തായിട്ട് അങ്ങനെ ഇരിക്കുന്നേ? എപ്പോ എന്താ ആലോചിച്ചിരിക്ക? മോനെ പറ്റി ആലോചിച്ചിരിക്ക? അങ്ങനെ എനക്കറിയില്ല, എത്ര ഉഷാറായി നടന്ന മോന. കളിയില്ല, ചിരിയില്ല, എന്താ പോലെ പറ്റിയത്? എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും വഴി കാണും കേട്ടാ. ഏട്ടനെ പോയി വെള്ളം കുടിക്കും. ആ മാഷേ, എന്താ മാഷെ വരെ ഇരിക്കി. അല്ല മോനില്ലേ ഇവിടെ? ദീപേ, മോനെവിടെ? ഇതാരാ? ഇത് സതീഷ് സാർ, ഡീഅഡിഷൻസ് നമുക്ക് പേടിക്കാനല്ല. ഞങ്ങൾ മോന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് അവന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിട്ടാണ്. എന്തിനാ കൗൺസിലിംഗ് കൊടുക്കുന്നത്? ചെറുതായിട്ട് ലഹരിക്ക് അടിമയായി തുടങ്ങിയിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട. കുറച്ച് ദിവസമായിട്ട് ഓൻ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. ആരോടൊരു മുണ്ടാട്ടവും. മാഷോട് ഇതാരാ പറഞ്ഞു? മോളിന്ന് സ്കൂൾ വന്നപ്പോ പറഞ്ഞു. അവളോട് അവൻ എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട്. അവന്റെ കാര്യത്തില് നമ്മൾ വരിക. ഈ ലഹരിയിൽ നിന്ന് മാറണം അവൻ ആത്മാർത്ഥമായ ആഗ്രഹം. നമുക്കൊരു ചെറിയ കൗൺസിലിംഗിന്റെ ആവശ്യമേ. ദീപേ, ഒന്ന് മോനെ വിളിക്കും. മോന് അമ്മയോട് തുറന്നു പറഞ്ഞൂടായിരുന്നോ? പറ്റിപ്പോയമ്മേ, ഞാൻ ആവർത്തിക്കില്ല. സാരല്ല, മോൻ വാ.